എല്ലാന്നേ ഇങ്ങോട്ട് വന്നേന്ന്. അല്ല കുറെ കാര്യങ്ങളുണ്ട്, ഇങ്ങോട്ട് വന്നേ. എന്തേ എന്തേ എന്തൊരു പുളിയാ, ഓറഞ്ച് വേണമെങ്കിൽ കഴിച്ചോളാം. വിളിച്ചത് അല്ല ഇതിനല്ല, പക്ഷേ നബിദിനവും ഓണവും ഒരുമിച്ച് വന്നില്ലേ? കൊറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ തന്നെ വരുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നബിദിനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഓണം. അത് 2 ദിവസം അങ്ങനെ മാറ്റം ഉണ്ടാവും. പ്രാവശ്യം രണ്ടും ഒരുമിച്ച്. അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മള് ചെയ്യുമ്പോ നമ്മൾ ചെയ്യണ്ടേ? പണി കൂടും. അരങ്ങോട്ടിക്കണം, അത് മേടിക്കണം. അതുപോലെ പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് ഉഷാറാക്കണം അല്ലേ? ഓണം അതിന് കഴകളൊന്നും ഉണ്ടാവില്ല. കടകളും മുടക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നേരത്തെ വാങ്ങിയേക്കണ്ട ഓരോ കാര്യങ്ങൾ. ഓണത്തിന് വാങ്ങാം. ഓണത്തിന്റെ അന്നാണ് നബിദിനം. നബിദിനത്തിന്റെ തലേദിവസം പോയിട്ട് ഓണത്തിന്റെ അന്ന് പോയി വാങ്ങാന്ന് പറഞ്ഞാൽ സാധനം കിട്ടൂല അല്ലേ? ഓണവും നബിദിനം ഒരുമിച്ചല്ലേ? ഓണത്തിന്റെ മുന്നേ പോയി അപ്പൊ പിന്നെ തലേദിവസം പോയി മേടിക്കണോട്ടോ. മേടിച്ചിട്ട് നമ്മൾ പടുവേ പിന്നെ സ്വീകരണം കാര്യങ്ങൾ കൊടുക്കാനുള്ള നാണം കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഷമീർ വന്നാലും നിങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വാങ്ങി. അതെ, ഓണം ഇതൊക്കെ നബീനെ ഒരുമിച്ചല്ലേ? അപ്പൊ നമുക്ക് ഓണസദ്യ ആദ്യം കഴിക്കാം. പിന്നെ നബീനെ റാലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചോറും പായസം അതൊക്കെ കിട്ടില്ലേ? ചോറും കിട്ടും. അപ്പൊ പിന്നെ നമ്മളിവിടെ വെക്കണ്ട ഓണസദ്യ നമുക്ക് വെക്കാം. ഓണസദ്യ ഉഷാറാക്കണം. നിങ്ങൾ എന്തായാലും അങ്ങനെ പോകണ്ടല്ലോ. പോകുമ്പോ കുറച്ച് പച്ചക്കറി ഐറ്റങ്ങൾ വാങ്ങിട്ട് വായോ, കുറച്ച് അവിയെന്ന് പറയാം. ചിത്തുമോൾക്ക് ഇത് ഇപ്രാവശ്യം ആദ്യത്തെ ഓണല്ലേ? എന്തായാലും നമുക്ക് ഇപ്രാവശ്യം ഓണം ഉഷാറാക്കാം. ഈ പ്രാവശ്യം ഓണം നടക്കണം. ചോറ് പള്ളിയിൽ നിന്ന് കിട്ടില്ലേ? പള്ളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഓണത്തിനുള്ള സദ്യകൾ നമുക്ക് അപ്പുറം പായസം ആദ്യത്തെ ഓണം. നിങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ടോ? ഇടയ്ക്കാ പായലൊക്കെ വെട്ടിയിട്ട് ഓണത്തിനുള്ള പരിപാടി നമുക്ക് പ്രാവശ്യം അടിപൊളിയാക്കാം. നബിദിനം ഓണം ഒരുമിച്ചാ വന്നിക്കണം. അപ്പൊ ഒരുമിച്ച് ഓണം ഓണ സദ്യ കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ഓണമാണ് എന്റെ സ്വത്തുമോൾക്ക്. സ്വത്തുമോൾക്ക് നാളെ ഏത് ഉടുപ്പറ്റ് കൊടുക്കുക? എന്റെ സ്വത്തുമോൾക്ക് ഏത് ഉടുപ്പറ്റ് കൊടുക്കുക? പുതിയ ഉടുപ്പ് എടുക്കണം. ഒരു ചുരിദാർ പോലത്തല്ലേ അത് ഇട്ട് കൊടുക്കണം അല്ലേ? കൊറേ പെരുന്നാൾ കിട്ടിയിരുന്നല്ലേ? ഓരോ ദിവസം ഓരോന്ന് ഇട്ട് കൊടുക്കുക. നാളെ ചിത്ര അത് ഡ്രസ് ഇടുന്ന് ഒന്ന് ഷൈപ്പാക്കി വെച്ചിട്ടില്ലേ? അത് ഇട്ടോട്ടാ. നമുക്ക് നബിദിനം കാണാൻ റാലി കാണാൻ പോണം പള്ളിയുടെ അവിടെ. മോനെ ഓണം നബിദിനൊക്കെ അല്ലേ? നബിദിനത്തിന്റെ സാധനങ്ങൾ വാങ്ങണ്ടേ? അതിന്റെ നബിദിനത്തിന്റെ സാധനങ്ങൾ വാങ്ങണം. പിന്നെ ഓണം കൂടിയല്ലേ? അപ്പൊ അതിന് കുറച്ച് പച്ചക്കറിയും സദ്യ പഠിക്കാം നമുക്ക് പ്രാവശ്യം. അതന്നെ, അത് ആലോചിച്ചിരിക്കുക. പിന്നെ നബിദിനം പ്രാവശ്യം എന്തായാലും പള്ളിയുടെ അവിടെ പോണം റാലി കാണാന്. നമുക്ക് എല്ലാവർക്കും പോവാം. പിന്നെ അവർക്ക് ആദ്യമായിട്ടല്ലേ അത് നമ്മുടെ അടുത്ത് നബിദിനം ഓണൊക്കെ ആദ്യമായിട്ടല്ലേ? അവരവിടെ ഒന്നും അങ്ങനെ വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ലാന്ന്. നാളെ ഒരു ഇല വെച്ച് സദ്യ അങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട് എന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കണം. ഇങ്ങനെ ഇരുത്തിയിട്ട് ചോറ് കൊടുക്കണം. ഇലയില് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. കുറച്ച് പൂക്കളും വരി മേടിച്ചിട്ടൊക്കെ കുറച്ച് ഇടുകയും ചെയ്യാം. ആരെങ്കിലും മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ ഇവിടെ ഇട്ട് കൊടുക്കാം അല്ലപ്പാ. പിന്നെ ഒക്കെ റെഡി ആക്കിയാലോ, സെറ്റ് ആക്കിയാലോ? ആയിക്കോട്ടെ. മോളുടെ ആദ്യത്തെ ആദ്യത്തെ ഓണം ആദ്യത്തെ നബിദിനം. ആഹാ ഉഷാറാകണം. സദ്യ പഠിക്കോ നാളെ? നാളെ സദ്യ ഉണ്ടോ സ്വത്തുമോള്? ഈ സദ്യ ഉണ്ടാക്കുന്നില്ല, അതിന്റെ ഉപ്പേരികൾ അങ്ങനത്തെ അതൊക്കെ അടിപൊളിയായിട്ട് അറിയാം. അപ്പൊ നമുക്ക് എന്തായാലും പ്രാവശ്യം കുറെ ഐറ്റങ്ങളുണ്ട്. പക്ഷെ എന്റെ ഒക്കെ പായസം എനിക്ക് വേണം കേട്ടാ. ഏത് പായസാ? എന്നാ ഉപ്പ ഒരു കാര്യം ചെയ്യട്ടെ മോനെ, ഇപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ എന്തായാലും സാധനങ്ങൾ വാങ്ങാൻ പോകണ്ടല്ലോ മറ്റേത് അരങ്ങിന്റെ. അപ്പൊ അതോടെ പച്ചക്കറിയും ചുറ്റുമോളെ എന്താ വേണ്ട ഇത് എഴുതിയാലേ ഇപ്പൊ പോയി വാങ്ങിച്ചിട്ടുണ്ട് വരും. അടപ്രഥമം ഉണ്ടാക്കാറിയോ? അടപ്രഥമം ഉണ്ടാക്കാനൊക്കെ നാളെ പോയിട്ടില്ല, കടയിൽ പഠിക്കാം. ഉമ്മ ഉണ്ടാക്കുന്നത് നല്ലത്, അതന്നെ നല്ലത്. കടയിൽ പഠിക്കാൻ പറ്റത് ഉണ്ടാക്കിയാല് കൊഴപ്പൊന്നുമില്ല. അന്നില്ല ഉമ്മ അടപ്രഥമം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം അതിന്റെ എന്താ പറയാ, ഒരു പകുതിക്ക് പോലും എത്തിയിട്ടില്ല. അന്നൊന്നും എനിക്ക് ശരിക്കും അത്രക്കുള്ള അറിയില്ല. നമുക്ക് നാളെ ഓണം കൂടാലോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മേടിക്കാം.
അതാവുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ നാളെ ഓണം കൂടാലോ ഓണം കൂടാലോ ഓണം അപ്പൂസിനോട് പറഞ്ഞാലേ അവൻ വന്ന് വീട്ടുകളിൽ ചോദിക്കാറുണ്ട് ഇപ്രാവശ്യം വന്നിട്ടില്ല അങ്ങനെ അപ്പൊ നമുക്ക് അവനോട് ഒരു 2 ലിറ്റർ കൊണ്ടുവരാൻ പറയാം അടിപൊളി പായസം അവന്റെ അടുത്തുള്ളത്. അപ്പൊ ചേച്ചിമാരുടെ ഓണം നല്ല കളറായി. അല്ല അവനാവുമ്പോ കാറ്റ് അവനാവുമ്പോ വീട്ടിൽ കൊണ്ട് തരും. അപ്പൊ എന്താ അങ്ങനെ ചെയ്യാല്ലേ? ചേച്ചിമാരുടെ ഓണം നമുക്ക് ഓണം പായസം കുച്ചാലോ. ഓ ഓ ഓ നമ്മള് പായസം കുച്ചാലോ. ചേച്ചിമാര് പായസം കുച്ചാലോ പായസം കുച്ചാലോ പായസം കുച്ചാലോ. ധാരാ അത് കൂട്ടുകാരനെ എടുക്കാം. ഒരു മിനിറ്റ്. ചിത്തു ഉമ്മാക്കൊരു ചായ വെച്ച മുന്നോ? അല്ല ഫോൺ വന്നിട്ട് പോയി. എനിക്ക് പേടിയാകുന്നുണ്ട്. അത്ര നേരം വീട്ടിലുണ്ടായപ്പോഴും കുഴപ്പമില്ല. അപ്പൊ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ട് വരുമോ? പെൺകുട്ടിയും കൂടി ഉള്ളതാണ്. എനിക്കതാ പേടി. നബിദിനാണേ, ഓണൊക്കെ അല്ലേ. അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇതാക്കിട്ടേ എന്തിനാ ചെക്കന്മാര് വിളിക്കുന്നത്? ഉണ്ടാണ്ടിരിക്കുകയാണ് എന്റെ കുട്ടി. അതെ, അവനൊന്നും അങ്ങനെ ചെയ്യില്ല. അവനക്ക് ബോധമില്ലേ? കുഞ്ഞു കുട്ടിയാണോ? അപ്പൊ അതിന് വെച്ചു കൊടുത്തിങ്ങനെ വിളിക്കാൻ കൂട്ടുകാരന്മാര് വെച്ചാൽ എന്നെ പോട്ടെ വരും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ആലോചിച്ചിട്ട് ഒരു വരണ്ട. എനിക്ക് എന്താ പേടിയാകുന്നുണ്ടാവും ഫോൺ വിളിച്ചിട്ട്. നിങ്ങൾക്കേ നമ്മുടെ മോനെ പറ്റി അറിയണതല്ലേ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണെന്ന് പറയുന്നത്? നല്ലൊരു മാസാണ്, നബിദിന മാസാണ്. നിങ്ങൾക്ക് എനിക്ക് പേടിയാണ് ഓരോരുത്തർ വിളിക്കുമ്പോൾ. നിങ്ങൾ പറയണ പോലെയല്ല, ഒരു തെറ്റും ചെയ്യാത്ത പോലെയാണ് കാണിക്കുന്നത്. കൂട്ടുകാട്ട് ഫോൺ വന്നപ്പോഴേ എൻ്റെ വയറ് കലിഞ്ഞു. അത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഓണൊക്കെ അല്ലേ നാളെ. പഠിക്കാനെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതാണ് എനിക്ക് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് അതെന്താ അങ്ങനെ എങ്ങനെയെന്ന് പറയണം. പെൺകുട്ടി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാണല്ലോ. നല്ല നമ്മൾ മാത്രം പെൺകുട്ടി കൂടി വന്നിക്കാണ്. അറിഞ്ഞാ മതിയാ. ഹലോ ഹലോ ആടാ പറയടാ. എന്തേ? നീ എവിടെ ഉണ്ട് ഇപ്പോ? ഞാൻ വീട്ടിലുണ്ട്. എന്താണ്? അതൊന്നുമില്ല. നാളെ ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? ഇപ്പൊ എവിടെ ഉള്ളപ്പോ? ഞാനിവിടെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാരെ എല്ലാരും ചേർന്നിട്ട് സാധനം കുറെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നെയും കൂടി വിളിച്ചതാ. അവര് പറഞ്ഞിരുന്നു എന്റെ അടുത്തേ ഷെമീറിനെ വിളിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അതാ ഞാൻ നിന്നെ വിളിച്ച്. നാളെ ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ, ഒന്ന് എല്ലാരും സാധനം മേടിച്ച ഈ സാധനം എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട്. ചെക്കന്മാരുണ്ടോ അവിടെ? ചെക്കന്മാരൊക്കെ ഉണ്ടോ അവിടെ? ചെക്കന്മാരൊക്കെ ഉണ്ട്. അവര് സാധനം വാങ്ങിയിട്ട് പിന്നെയും പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും വാങ്ങാൻ പോയിരിക്കുക. നീ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് 2 എണ്ണം അടിക്കാം. ഈ കൂടി എന്നിട്ട്? ഇല്ല, നീ വന്നിട്ട് കൂടാന്ന് വെച്ചിട്ടാണ്. ഞാൻ ഇപ്പൊ വരാ. നീ വേഗം ആയോ? ഏത് സ്പോട്ടിലുള്ള? ഞാന് നമ്മുടെ വീടില്ലേ അതിന്റെ ടെറസിന്റെ മേലെ ഉണ്ടാവും. നീ അങ്ങോട്ട് പോരെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാലേ, എന്റെ വീട്ടുകാരൊന്നും അറിയില്ലല്ലോ. അവർക്ക് പരാതിയാ എന്റെ ഒപ്പം നടന്നിട്ട് ആകെ ചീറ്റാവണമെന്നുള്ളത്. ഇല്ലല്ല, ഞാൻ അതാണ് പിന്നെ കോൾ വന്നപ്പോ ഞാൻ നേരെ ആരും മിണ്ടുന്നില്ല, നേരെ പുറത്തു പോന്നു. അതെ, ഇപ്പൊ ചെക്കന്മാര് വീണ്ടും സാധനം വാങ്ങിക്കാൻ പോയിരിക്കുക. ഈ ഒരു കാര്യം ഞാൻ തന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ വേം വരാം. എന്തെങ്കിലും വില പുള്ളിടിച്ച് ഞാൻ വേം വരാം. അതെ, പിള്ളേര് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചെടുത്ത് പോവാം. ഈ മൊത്തം തീർക്കില്ലട്ടാ. ഇല്ല, നീ വന്നിട്ട് നമുക്ക് തുടങ്ങുള്ളൂ. ഈ ഓണം നമുക്ക് കളറാക്കണം. ഓ പൊളിക്കും, ചീറും നമ്മള്. ശരി, എന്നാ വേഗം വായോ. ഓക്കെ, ശരി. സംഭവം ഓണത്തിന് കളറായി. പക്ഷെ വീട്ടിലിപ്പോ എന്താ ഞാൻ പറയപ്പത്? അയാൾ എന്തും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ നോക്കട്ടെ. ഹെൽമെറ്റ് ഇടമാ. ഹെൽമെറ്റാ? എവിടേക്കാ നേരത്തെ ഹെൽമെറ്റ്? ഷഹീർ വീണ് ആക്സിഡന്റ് ആയിട്ട് ഫുള്ളോടെ ദൈവം കിടക്കുന്നു. അപ്പൊ പിന്നെ ഷോ ഒന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞ ഹെൽമെറ്റ് എവിടെ? ചെക്കൻ ഏതോ വണ്ടി തട്ടിട്ട് ഏതോ വണ്ടി തട്ടിയതാ എന്തോ പറഞ്ഞിട്ട് അപ്പൊ വിളി വന്ന് വന്നിട്ട് ആ ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ പോട്ടെ. കുട്ടിക്ക് പാവം. നമ്മുടെ ഇവിടെ വരില്ല സജീറ. ഈ ബൈക്കിൽ പോകുമ്പോഴാ
അവനെപ്പോ വിളിച്ചത്? അവനല്ല വിളിച്ചത്, അവന് കൂട്ടുകാരൻ വിളിച്ചാണ് ഇപ്പൊ. മറ്റേ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമല ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് വിളിച്ച് വേഗം ചെല്ലണം. എന്താ കുട്ടിക്ക്? കുട്ടി ഇന്നാളും ഇതേപോലെ ഹെൽമെറ്റ് നോക്കി പോട്ടാ. പേടിയാണ് പുറത്തേക്ക് പോകുമ്പോ. നോക്കിപ്പോ. ഞാൻ വേഗം വരാം, പോയിട്ട് കുറച്ച് ലേറ്റ് ആവും. ഞാൻ നോക്കട്ടെ, പെറ്റി ചിലപ്പോ നേരത്തെ വരില്ല, ചിലപ്പോ കുറച്ച് ലേറ്റ് ആവും കേട്ടാ. അയ്യോ നീ ഓക്കെ. ഓണൊക്കെയാണ്, നോക്കിപ്പോ ഒക്കെ തിരക്കുണ്ടാവും റോഡില്. ശരി 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 നോക്കി ശ്രദ്ധിച്ചിട്ട് പോ. ശരി ഓക്കെ. പഠിച്ച റബ്ബേ, ചക്കനക്ക് ആ കുട്ടിക്ക് ഒരു അബദ്ധം വരാണ്ട് കാക്കട്ടെ അല്ല. ഇന്നാളും ഇതുപോലെ ആ കുട്ടിക്ക് പോകുമ്പോ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ പഠിച്ചനെ അല്ല കാത്തോളനെ. പോയിട്ട് വേഗം പറ്റേ. ഓണമൊക്കെയാണ്, ഒക്കെ കള്ളും വെള്ളമൊക്കെ കുടിച്ചിട്ട് ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓട്ടും ആൾക്കാര്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ നേരത്തെ ആ കുട്ടി പോണു. വരുന്ന നേരം ഒരു സമാധാനം ഉണ്ടാവില്ല. പഠിച്ചനെ നിന്റെ കാവല്. വന്നില്ലേ? ഹലോ എവിടെ? നീ നേരെ മേലോട്ട് കേറിപ്പോരെ. ഓക്കെ ഓക്കെ ഓക്കെ. വരുന്നിട്ട് അടിക്കാന്നാ പറഞ്ഞേ. ഇവിടെ അടി തുടങ്ങിയ നീ? അല്ല ആളേട്ടാ ഈ എന്നെ കാണണ്ടത്. എത്ര നേരം വെച്ചിട്ട് ഇതിന് കൊതി വെള്ളം ഇറക്കി ഉമ്മാട് നല്ല വിട്ടല് വിട്ടിട്ട് നേരെ പോന്നതാ. നീ വെച്ചേക്കോ. ഇതെന്ത് ഒരു ഗ്ലാസ്? അപ്പൊ എനിക്ക് ചേർത്തിട്ടില്ലേ? എനിക്ക് ഗ്ലാസ് ഒക്കെ ഇവിടെ റെഡിയാ. അങ്ങനെ ഞാൻ വിളിച്ച് ആക്ഷേപിക്കാൻ വിചാരിച്ചു. കയ്യൊക്കെ തെറ്റിക്കണേ. നാളെ ഓണായിട്ട് സാധനം എടുക്ക്. സാധനമൊക്കെ റെഡിയാണ്. ഇങ്ങോട്ട് ഒരുമാതിരി കാട്ടി നീ. ഏതാ സാധനം? ചെറിയ കുപ്പിയാ നോക്കണ്ട, വീര്യം കൂടും. ഈ വരുമ്പോഴേക്ക് അടിച്ചില്ലേ? നീ ഇപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞല്ലേ? എനിക്ക് കുറച്ച് മതി. അത് മതി. അല്ല സോഡ വേണ്ടേ? സോഡ ഒന്നും വേണ്ട, ഫുള്ളും ഡ്രൈ അടിക്കില്ല. അടിച്ചോ ചേസ്. ഈ മാട്ട് സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മാട്ട് സാധനമാണോ? ഓണല്ലേ, സാധനം കിട്ടാനില്ല. എന്നിട്ട് ആ ചെക്കന്മാരെ എവിടെ നോക്കിയോ ഒപ്പിച്ചിട്ടത് എടുത്തതാ. നീ ഇതിലും കൂടി വെച്ച് മാട്ട് എന്തായാലും കുഴപ്പമില്ല. സാധനം ഒന്നും കിട്ടാണ്ടിരിക്കുക. ഒഴിച്ചോ. പോരട്ടെ എനിക്ക് കൈ വരയ്ക്കോ. പോരട്ടെ. കൈ വരയ്ക്കണ പോലല്ല എനിക്ക്. സോഡ ഒഴിക്കാത്തതാ, കൂമ്പ് പാടിപ്പോവും. സോഡൊന്നും വേണ്ട. അതേ പിള്ളേര് വേറെ സാധനം സെറ്റാക്കാൻ പോയിട്ടുണ്ട്. അതും കൂടി വന്ന് നമുക്ക് ലാവിഷാക്കാം. അതാ അവര് വരുന്നതായിട്ട് മുമ്പ് സാധനം കിട്ടാണ്ട് ഇപ്പൊ തന്നെ ഉമ്മാർത്ത് ഞാൻ ഭയങ്കര വിടല് വിട്ടിട്ട് നേരെ പോകുന്നത്. എന്താ പരിപാടി ഓണായിട്ടിപ്പോ? ഓണായിട്ട് എന്താ വിളിക്കുന്നത്? വിളിക്കുന്നത് വീട്ടിൽ നിന്ന്. ഉമ്മയാണോ? ഉമ്മാർത്ത് ഓരോ വിടല് വിട്ടിട്ട് നേരെ പോകുന്നതാ. ഈ ഓരോട് ചോദിച്ചേ. ഇല്ല, ആരെയും വിളിക്കണേ? ഉമ്മ വിളിക്കാന്ന്. ആകോട്ടെ, നീ ഒരെണ്ണൂടി വിളിച്ചോണ്ടിരിക്കുന്നതാണ്. വലിയ ശല്യല്ലേ ഇത്, ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഭ്രാന്ത്. നീ ഒരെണ്ണൂടി വെച്ച് നിന്നിട്ട് അതില് വിളിക്കണ വീണ്ടും വലിയ ഇടങ്ങാറായാലത്. അല്ല, എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നത്? എവിടെ എന്നിട്ട് വിളിക്കാന്നിട്ട് വേറെ ഒന്നല്ല. ഫോണാണ് സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ മിക്കാറും. ആ ഫ്ലൈറ്റ് മോഡ് ഇട്ടാ ഇത് എപ്പാ വിളിച്ചാലും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. എവിടേക്കെങ്കിലും പുറത്ത് പോയി ഞാൻ അറിയാലോ അതിന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതിന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് പ്രശ്നം കഴിഞ്ഞില്ലേ? വേണ്ട, ഫ്ലൈറ്റ് മോഡൊന്നും ആക്കി ഇടണ്ട. ഞാൻ പറയണത് കേക്ക്. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. അജി അവരോട് ചോദിച്ചേ. അതല്ല ഞാൻ പറയണത്, നീ ഒന്ന് കേക്ക്. ഉമ്മയല്ലേ വിളിക്കുന്നത്, അതൊന്ന് എടുക്ക്. അത് ഒന്നുമില്ല, അത് പുറത്തേക്ക് വന്നില്ലടാ, അതുകൊണ്ട് അവര് വിളിക്കുന്നതാണ്, വേറെ ഒന്നുമില്ല. എവിടെ വെച്ച് വിളിക്കും, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് എന്തിനെങ്കിലും വെറുതെ എവിടെ പോയാലും എവിടെയെങ്കിലും ജസ്റ്റ് ഒരു കടയ്ക്ക് പോയാലും എവിടെ വിളിക്കും. എന്തിനാ ഇതിങ്ങനെ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിത് എങ്ങനെയൊക്കെ കുടിക്കണു. എനിക്ക് വിളിക്കാനൊന്നും ഉമ്മയും ഇല്ല ഉപ്പയും ഇല്ല. അതുകൊണ്ട് നമ്മൾ അനാഥനെ പോലെയാ. നിനക്ക് ഉമ്മയെങ്കിലും ഉപ്പയെങ്കിലും ഇല്ലേ? അതിൽ നീ സന്തോഷിക്കാ വേണ്ട. അതെന്താ ഫോൺ വിളിച്ചെന്ന് അന്വേഷിക്കേ, എന്താ വിളിച്ചെന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോ എന്തെങ്കിലും അർജന്റ് ആണെങ്കിലോ? എന്താ അർജന്റ് ഇല്ല. ഒന്നുമില്ല, നീ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്ക്.
ശരി വിളിച്ചോട്ടെന്നാ. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലെങ്കിൽ എങ്ങനെ? ആ നമ്മ അതാ തിരിച്ചു ഇങ്ങോട്ട് വിളിക്കണ്ടല്ലോ. ചോദിക്കും. ഹലോ, ആ എന്താണ്? ഞാൻ വരുന്നു ഇപ്പൊ വരാം. ആ വരും. ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പൊ വരാം. ആ ഇവിടെ എത്താറായിട്ടുണ്ട്. ആ ശരി എന്നാ ശരി. ഓ അത് എവിടെ ചോദിച്ചു വിളിച്ചാണ്, വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. അതെ, സാധനം എന്തായാലും കഴിഞ്ഞു. അല്ല, ഉമ്മ വിളിച്ചപ്പോ ഒരു സമാധാനമായില്ലേ? അവർക്ക് ആ ടെൻഷൻ അടിച്ചിട്ട് വിളിക്കണതാണ്. വിളിക്കണ്ടല്ലോ. ഇതാരെ വൈഫാ? ആ ശരി ട്ടാ, ശരി ഞാൻ വിളിക്കാം ട്ടാ. നീ കിടന്നോ, നീയേ കഴിച്ചിട്ട് കിടന്നോ, ഞാൻ വിളിക്കാട്ടാ. ആ ശരി എന്നാ ശരി. ഞാൻ ഇച്ചിരി ലേറ്റ് ആവും വരുമ്പോ. ശരി നീ കിടന്നോ. ഓക്കെ. പെണ്ണ് വിളിച്ചാണ്. ശരി, ഇതെന്തായാലും അലക്ക്. അതേ, ചെക്കന്മാര് സാധനം കൊടുന്നിട്ടേ നിന്നെ ഞാൻ വീണ്ടും വിളിക്കാം. അല്ലെങ്കിൽ നാളെ നമുക്ക് കൂടാം. ചേസ് പറയും. നീയേ ഈ ഒരു കാര്യം ചെയ്യ്. നീ ചെക്കന്മാര് വേറെ കൊടുഞ്ഞാലേ ഇജ്ജ് വിളിക്ക്, ഇല്ലെങ്ക ഒരു കുപ്പി മാറ്റിയേക്ക് ട്ടാ. ഞാനേ പതുക്കെ വീട്ടിൽ ഇറങ്ങട്ടെ ട്ടാ. ഞാനേ കൊണ്ടുവന്ന സാധനം മാറ്റി വെച്ചിട്ട് നിന്നെ വിളിക്കാം. അപ്പൊ നീ വായോ. ശരി ശരി കഴിഞ്ഞിട്ട് മാറ്റിക്ക്. വണ്ടി കുടിച്ചു പോയി. ഞാൻ സ്ട്രോങ് അല്ലേ, ഞാൻ ഡബിൾ സ്ട്രോങ് ആ ട്ടാ. ഇരിക്കുന്നു ഞാനേ. നീ നാളെ ഒരു കുപ്പി മാറ്റി വെക്ക് എനിക്കുള്ളത് ട്ടാ. നീ മാട്ട് സാധനം തന്നിട്ട് എനിക്ക് പെട്ടെന്ന് കിക്കായില്ലേ. ഈ മാട്ട് സാധനം അല്ല, നല്ല അടിപൊളി സാധനം മേടിച്ചേക്ക് നീ ട്ടാ. ഈ മാട്ട് സാധനം കുടിച്ച എനിക്ക് ഞാൻ മാട്ടായി ലാസ്റ്റ് അവസാനം. ശരി ഞാൻ പോട്ടെന്ന് പതുക്കട്ടാ. ശരി. എന്താ മോള്? അമ്മ എനിക്ക് പേടിയാവുക. ഷമീർക്ക പുറത്തേക്ക് പോയിട്ട് വന്നിട്ടില്ല. അത് അവന്റെ കൂട്ടുകാരൻ എന്താ വണ്ടി ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് അമല ആസ്പത്രിയിൽ കൊണ്ട് വെച്ചിട്ടത്ര. അപ്പൊ അത് ഉമ്മാട് പറഞ്ഞിട്ടാ പോയത്. ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഉമ്മ വരമ്മ, ഞാനിപ്പോ ആസ്പത്രിയിലാണ്, ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ പേടിക്കാനൊന്നുമില്ല, ഓണൊക്കെ അല്ലേ, നോക്കി വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് വരും. ഇപ്പൊ അതാ വന്നു തോന്നുന്നുണ്ട്. പോയി നോക്കിയ അവൻ തന്നെ ആകുള്ളൂ. വരാന്ന് പറഞ്ഞേ. എന്താ ഷമീർക്ക എത്ര നേരം എവിടെയായിരുന്നു? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ? ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയില്ല നീ? ഞാൻ ഓർമ്മയില്ല. അതെന്താ കണ്ണൊക്കെ ചോന്നിക്കണ്, വായൊക്കെ തുടക്കണ്? അവിടെ നിൽക്കുന്ന ഒരു കാര്യം പറയട്ടെ. നിങ്ങളൊന്നും പറയൊന്നും വേണ്ട. ഉമ്മ അവിടെ ഷമീർക്ക വന്നിട്ടുണ്ട്. ഷമീർക്കയുടെ കണ്ണൊക്കെ എന്തോ ചോന്ന പോലെയൊക്കെ ഉണ്ട്, സംസാരമൊക്കെ എന്തോ വ്യത്യാസം പോലെ ഉണ്ട്. അതൊന്നും ഉണ്ടാവില്ല. അത് വണ്ടിയിലൊക്കെ വന്നാലും മോളെ കണ്ണ് ചുവന്നിട്ടുണ്ടാവും. കണ്ണിലെ ഈ പൊടിയൊക്കെ വന്നിട്ട് ഇതായപ്പോ കണ്ണ് ചുവന്നിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി വന്ന് നോക്കവാ. എന്താ കുഴപ്പമൊന്നുമില്ല. എന്താ പോലെ നീ ഇങ്ങനെ ഇരിക്കണേ? എന്തേ? ഒന്നുമില്ല. പിന്നെന്താ നീ പോകുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല? ഏത് കൂട്ടുകാരൻ വന്ന് വിളിച്ചിട്ട് ഏത് കൂട്ടുകാരൻ വണ്ടി ആക്സിഡന്റ് ആയി പറഞ്ഞില്ല നീ പോയത് ഇവിടുന്ന്? എന്താ പറ്റിയേ? ആ ഇതാണോ നീ പോയത്? ഏത് കൂട്ടുകാരൻ നിന്നെ വണ്ടി ഇതായിട്ട് പറഞ്ഞിട്ട് നീ പോയത് ഇവിടുന്ന്? നോണ പറഞ്ഞിട്ടല്ലേ നീ പോയത്? അയ്യോ, ഇത് എന്തൊരു സ്വഭാവ പഠിച്ചവനെ. ഞാൻ വിചാരിച്ചു എനിക്ക് ആ കൂട്ടുകാരൻ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് വേഗം നോക്കിപ്പോ പറഞ്ഞിട്ട് പറഞ്ഞാച്ചാണ്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ടുണ്ടാവില്ല. ആരാ നിന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ചെയ്തത് പഠിച്ചവനെ? എന്തിനാ മറ്റുള്ളവരെ പറയണത്? തൊള്ള പൊളിച്ച് വായിൽ ഒഴിച്ചു കൊടുക്കൊന്നുമില്ലല്ലോ. ഈ കൈ കൊണ്ട് തന്നെ എടുത്തു കുടിക്കുക. കണ്ടില്ലേ ചെയ്തിട്ട് വന്ന അക്രമം? നേരം വെളുത്ത നബിതനാണ്. എന്തൊരു പണിയാ നീ ചെയ്തു വന്നിക്കണ്? പറഞ്ഞ് നിന്നെ മയ്യത്തൊക്കെ നോക്കിയോ? പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇതൊക്കെ നീ ചെയ്തിട്ട് വന്നിക്കണ പോലെ. നീ എന്തൊരു സ്വഭാവ നീ ചെയ്യണേ? പെൺകുട്ടി എന്താ വിചാരിക്ക? ഉമ്മ സമീർക്ക് എന്റെ കണ്ണൊക്കെ ചവന്നിട്ട് ഒരു ജാതി പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കാണിച്ചു തരും. എന്തൊട്ട് മോനെ, ഇടക്കായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചവനെ അത് മാറിയെന്ന് വിചാരിച്ചു ഞാന്.
എന്തൊരു സ്വഭാവം ഇതാണ്ടാ നിന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് നിന്റെ കൂട്ടുകാരെ അമലാശുപത്രിയിൽ കിടക്കണെന്ന് പറഞ്ഞത്. ഞാൻ അവർക്ക് പോയതല്ലമ്മ. അത് പോയപ്പോ അവൻ നിർബന്ധിച്ചപ്പോ ഒരെണ്ണം കഴിച്ചു. എന്ത് ഈ വണ്ടി ഇടിച്ചവനാ എന്നെ നിർബന്ധിച്ച് നോണ പറയുന്നേ, അല്ലെങ്കിൽ വായി തുറന്ന നോണ പറയുന്നേ ചെയ്ത് ഒന്നും മിണ്ടായിരുന്നേ. പോയി നിന്നെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഞാൻ മുക്കുന്നാനിട്ട വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് എനിക്ക് എന്താ ചെയ്യണ്ടേ? ഉപ്പ പറയുമ്പോ നീ പൊക്കുന്ന റൂമിലേക്ക്. എന്താ വൃത്തികെട്ട സ്വഭാവം. എന്തുമാത് ഷെമീർക്ക മുമ്പ് കള്ളു കുടിക്കുവോ? അറിയില്ലല്ലോ. അവനൊന്നും കുടിക്കില്ല മോളെ. ഇതിപ്പോ എന്ത് പറ്റിയാവോ എന്റെ മോനിക്ക്? അവനൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്ത് പറ്റിയാവോ? ഇതിപ്പോ ഓണമൊക്കെ അല്ലേ, ആരോ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടാണ്. വണ്ടി ആക്സിഡന്റ് ആയി ഇവന്റെ നോണ പറഞ്ഞിട്ട് എന്നോട് പോയതാണ്. അങ്ങനെ പറഞ്ഞാലല്ലേ ഞാൻ വിടുള്ളൂ. അതാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കണത്. ഇതുവരെ ചെയ്തിട്ടില്ല, ഇതിപ്പോ ആദ്യമായിട്ടാണ്. എന്റെ മോളൊരു കാര്യം ചെയ്തൊന്ന് വീട്ടുകാരോട് പറയണ്ടാട്ടാ. അവരറിയുമ്പോ അവർക്ക് ഭയങ്കര ഇതാവൂലേ. മോളിതൊന്നും പറയാൻ നിക്കണ്ട. ഞാനൊന്നും വീട്ടിലൊന്നും പറയുന്നുണ്ട്. ഷെമീർക്കാനെ കണ്ടപ്പോ എനിക്ക് ആകെ വിഷമായി. ഇനിയൊന്നും ഇല്ലാണ്ടിരുന്നാ മതി. ഇനിയൊന്നും ഉണ്ടാവൂല മോള് വിഷമിക്കണ്ട. ഈ പൊക്കോ. അതെ അവന് എന്താ ചെയ്യ. മോനെ എണിച്ച് നീ അവിടുന്ന് എണിച്ചേ ഒന്നിക്കട് നോക്കുക എന്തൊരു ഇതില്. എനിക്കത് നീ അവിടുന്ന് അടിയുടെ കുറവാണ് നിനക്ക്, വേറെ ഒന്നല്ല. അടിയുടെ കുറവാണ് നിനക്കത്. ഓണാണെന്ന് പറഞ്ഞാലേ ഓണത്തിന് ഇങ്ങനെയല്ല ചെയ്യുക. ഓണത്തിന് ആഘോഷിക്കണം, വീട്ടിൽ നല്ല സദ്യ കഴിക്കണം. ഇതുമാതിരിയല്ല ചെയ്യുക. ഇതുവരെ ഇല്ലാത്തൊരു വൃത്തികെട്ട സ്വഭാവം കാണിച്ചു വന്നിരിക്കണവൻ. എനിക്കത് നീ അവിടെ വടി എടുത്തിട്ട് നല്ല തരാനാ തോന്നുന്നത്. എനിക്കത് നീ അവിടുന്ന് അതെ നേരം വെളുക്കട്ടെ. നേരം വെളുത്തിട്ട് ഉപ്പാനോട് പറഞ്ഞിട്ടേ നിനക്കുള്ളതെന്നാ വാങ്ങിച്ചു തരാം. നീ ഓരോ വെട്ടക്കെട്ട സ്വഭാവം കാണിച്ചിട്ട് വന്നിട്ട് ഇതുവരെ ഇല്ലാത്തത് ഓണം വന്നിട്ട് അവർക്ക് അങ്ങോട്ട് കേറി കിടക്കണം. ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കുക? കൂട്ടുകാരെ വിളിച്ചിട്ട് എന്ത് മുട്ട കല്ല് വെച്ച നുണയും പറഞ്ഞിട്ട് പോയതാ. എനിക്കിത് നീയായിരുന്നു. എനിച്ചിട്ട് പോലെ ഒന്ന് കുളിച്ചാ പോയിട്ട് ഞാൻ തലേന്ന് അപ്പൊന്നും ആയിക്കട്ടെ. നിന്നെ നോക്കിക്ക നേരം വിളിക്കട്ടെ. നിന്നോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിച്ചത് നീയായിരുന്നു. ഉപ്പ കണ്ടിട്ടുണ്ട് ഞാൻ. മതി കുളിച്ച പോയിട്ട് കുളിക്കേ അല്ലെങ്കിൽ അവിടെ കിടക്ക്. എവിടെ ഒന്ന് കുളി. അയ്യോ എന്തെന്നാ മോനെ റൂമിൽ ചെന്ന് കിടക്ക. പെൺകുട്ടി ചെല്ലട മോനെ. പെൺകുട്ടി കാത്തിരിക്കണ പോ. നീ വെച്ച് റൂമിൽ കിടക്കപ്പോ ചെല്ലേ. നിനക്ക് ഞാനേ ഉപ്പ് നേരം വെളുക്കട്ടെ. ഞാൻ ഇന്ന് ഉപ്പ വരട്ടെ. ഉപ്പ് വന്നിട്ട് നിനക്ക് നോക്കിക്കും. നിനക്കുള്ളത് ഞാൻ മേടിച്ചു തരട്ടാ. നീ ഈ ശീലം വെടക്കട്ട ശീലങ്ങളൊക്കെ ഓരോന്ന് പുതിയതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്നത്. ഉപ്പ വരട്ടെ. നിനക്കുള്ളത് ഞാൻ തരാം. നീ അവിടെ കിടന്നോ. നീ ആ പെൺകുട്ടിയോട് കിടക്കാൻ പറയും.